പ്രശാന്ത് സാർ നമസ്കാരം. ഈ ഇന്ത്യയിൽ നിന്ന് വലിയ തോതിൽ വലിയ ഭീഷണിയായിക്കൊണ്ടിരുന്ന PFIയെ കേന്ദ്ര സർക്കാർ ഒരു വിധത്തിൽ പൂട്ടിയിട്ടുണ്ട്. അത് പൂർണ്ണമായും നിരോധിക്കപ്പെട്ടോ? അതിൻ്റെ ആളുകളൊക്കെ ഇവിടെ ഇല്ലേ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ട്. മറ്റു പല രൂപങ്ങളിൽ പല ഭാവങ്ങളിൽ ഇന്ത്യയിൽ തന്നെ അവർ നിലനിൽക്കുന്നുണ്ട്. പക്ഷേ നേതാക്കന്മാരൊക്കെ തിഹാർ ജയിലിൽ നിന്നുകൊണ്ടിരിക്കുകയുമാണ്. പക്ഷേ അതൊന്നുമല്ല, കുറച്ചുകൂടെ തീവ്രമായ ചില ഭീകര സംഘടനകൾ തന്നെ കേരളത്തിൽ തലപൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അത്തരം ഭീകര സംഘടനകൾക്ക് ആരാധകരും അവർക്ക് വേണ്ടി എന്തും ചെയ്യാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ആളുകൾ കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ള ചില വാർത്തകളും സൂചനകളും ഒക്കെ പുറത്തു വരുന്നുണ്ട്. സാറിന്റെ അഭിപ്രായം എന്താണ് ഈ കാര്യത്തിൽ? സാറിന്റെ ഈ ശ്രദ്ധയിൽ ഈ കാര്യങ്ങൾ പെട്ടിരുന്നോ? തീർച്ചയായിട്ടും പാർത്ഥ, ഇതിനകത്ത് നമ്മുടെ ഇവിടെ ഈ നേരത്തെയുള്ള ആഭ്യന്തര റിപ്പോർട്ട് അനുസരിച്ച് ഈ മൂന്നാല് സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലായിട്ട് ഈ പറയുന്ന ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ സാന്നിധ്യമുണ്ടെന്നും അത് ഏറ്റവും കൂടുതലായിട്ട് സ്വാധീനിച്ചിട്ടുള്ള സംസ്ഥാനങ്ങളുടെ ലിസ്റ്റ് ഈ പറയുന്നത് ആദ്യം വന്നത് കാശ്മീരായിരുന്നു. രണ്ടാമത്തെ ലിസ്റ്റിനകത്തുള്ളതാ, നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും കാലങ്ങളായിട്ട് കേരളം, അത് 2014 ശേഷമല്ല, അതിനു മുമ്പേ നമ്മുടെ കേരളം രണ്ടാം സ്ഥാനത്തുണ്ട്. പിന്നെ മൂന്നാം സ്ഥാനം നാലാം സ്ഥാനം ഒക്കെ ആസാം, അങ്ങനെ ചില സംസ്ഥാനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ രണ്ടാം സ്ഥാനത്ത് അന്നേ കാശ്മീരിന് ശേഷം ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ട സംസ്ഥാനം എന്നുള്ള രീതിയിൽ കേന്ദ്ര ആഭ്യന്തര വകുപ്പും രഹസ്യാന്വേഷണ വിഭാഗവും ഒക്കെ റിപ്പോർട്ട് കൊടുത്തിരുന്നതാ. അപ്പൊ ഇത് ഇവിടുത്തെ സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിനും അന്ന് കേന്ദ്രം ഭരിച്ചുകൊണ്ടിരുന്ന ഗവൺമെന്റിനും ഒക്കെ അറിയാമായിരുന്നു. പക്ഷെ അവരിൽ ചിലർ ഇവരുടെ ഭാഗമായതുകൊണ്ട് ഈ പറയുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നതിനും ആ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് വളരെ കൃത്യമായിട്ട് ഇതിനകത്ത് നിൽക്കുന്ന അതിർത്തിയുള്ള ആൾക്കാർക്ക് അറിയാമെങ്കിൽ പോലും ഇപ്പോഴത്തെ കൂട്ട് തന്നെ അതിന് സാധ്യമല്ലാതെ പോകുന്ന അവസ്ഥ. അല്ലെങ്കിൽ അതിനെ എതിർത്താൽ ഈ പറയുന്നവർക്ക് അല്ലെങ്കിൽ ഇതിനെ എതിർക്കുന്നവർക്ക് ആ രാഷ്ട്രീയത്തിനകത്ത് നിലനിൽപ്പില്ലാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അന്നേ ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സുപ്രഭാതത്തിൽ ഇന്നലെ ഉണ്ടായി വന്ന ഒരു വികാരമൊന്നുമല്ല. ഇപ്പൊ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ PFIയുടെ ഒരു കൊല്ലത്തൊരു പരിപാടി നടന്നു. കൊല്ലത്തൊരു പരിപാടി നടന്നതിനകത്ത് അതിനകത്തെ പ്രധാന പ്രഭാഷണം നടത്തുന്ന ആൾ ഞാൻ ആ പ്രസംഗം കേട്ടോ പറയുന്നത്, നമ്മൾ ഈ ഇന്ത്യക്ക് വേണ്ടി പോരാടുകയാണ്. അപ്പൊ ഇതിനകത്ത് വരുന്ന സ്ത്രീകൾ കണ്ണുനീർ വാർക്കാൻ തയ്യാറുള്ളവരായിരിക്കണം. ഇതിനകത്ത് വരുന്ന പുരുഷന്മാർ ജീവിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കുന്നവരാവരുത്. ഇതിനകത്ത് വരുന്ന പുരുഷന്മാർ രക്തസാക്ഷികളാവാൻ താല്പര്യമുള്ളവരായിരിക്കണം. ഇതിനകത്ത് വരുന്ന പുരുഷന്മാർ ഒന്നും പ്രതീക്ഷിച്ചു വരരുത്. അത്തരത്തിലുള്ള ആൾക്കാർ മാത്രമേ SDPI എന്ന്, മറ്റേത് പറഞ്ഞ അവൻ അന്നേരം അകത്തു, PFI എന്ന് പറഞ്ഞാൽ SDPI എന്ന് പറഞ്ഞ സംഘടനയ്ക്കകത്ത് വരാൻ പാടുള്ളൂ. നമ്മൾ ഈ രീതിയിൽ പ്രചരിപ്പിച്ചിട്ട് പോലും ഇതിനകത്ത് ആൾക്കാർ തള്ളിക്കയറുന്നു, കുട്ടികൾ വരുന്നു, സ്ത്രീകൾ വരുന്നു. അപ്പൊ ഇവര് ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമ്മളുടെ കേരളം ഉൾപ്പെടെ ഇന്ത്യ ഉൾപ്പെടെ സാമാന്യ ബോധവും കാര്യങ്ങളുടെ തിരിച്ചറിവും ഒക്കെ ഉള്ള ആൾക്കാരെ ശരിക്കും ഈ തലച്ചോറ് ബ്രെയിൻ വാഷ് ചെയ്ത് ദൈവം എന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഈ പറയുന്ന പോലെ അമുസ്ലിങ്ങളെ കൊല്ലണമെന്നും അതൊക്കെ അന്നല്ല തത്വം. അല്ലെങ്കിൽ ആ രീതിയിൽ പ്രവർത്തിക്കണമെന്നും ആ രീതിയിൽ പ്രവർത്തിച്ചു പോയാൽ മാത്രമേ കാര്യങ്ങൾ ഉരുത്തിരിയൂ എന്നുള്ള രീതിയിൽ നേതാക്കന്മാരും ഒരുപക്ഷെ അതിന് താപ്പോട്ട് വരുന്നവരെ അതേ രീതിയിൽ വളരെ കൃത്യമായിട്ട് പരിശീലിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് വളരെ അപകടമാണ് കർത്താവ്. കാരണം നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ നേരത്തെ PFIക്കാരന്റെ അവലും മലരും കുന്തിരിക്കവും എന്നൊക്കെ പറഞ്ഞു. അല്ലെങ്കിൽ അതിനുശേഷം നമ്മൾ കണ്ടിട്ടുണ്ട് PFIക്കാരന്റെ പ്രസംഗമൊക്കെ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ഞാൻ ഉൾപ്പെടെ കേൾക്കുന്ന, ഏതെങ്കിലും ഒരു പോലീസ് കേസ് എടുത്താൽ നിന്റെ വീട് എനിക്കറിയാം, നിന്റെ ഭാര്യയെ എനിക്കറിയാം, നിന്റെ കുഞ്ഞിനെ എനിക്കറിയാം, നിന്റെ അമ്മയെ എനിക്കറിയാം, വീട്ടിലേക്കുള്ള വഴി അറിയാം എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ട ഇപ്പൊ RSSന്റെയും അല്ലെങ്കിൽ അത് ശരിയല്ല, ആ രീതിയിലുള്ള പോക്ക് രാജ്യത്തിന് കുഴപ്പമാണെങ്കിൽ നിന്റെ അമ്മയെ എനിക്കറിയാം, നിന്റെ സഹോദരനെ എനിക്കറിയാം എന്ന് വെച്ചാൽ യവന്മാർക്കെതിരെ പറഞ്ഞാൽ അവന്മാരെ അങ്ങ് തീർക്കും. അപ്പൊ അറിയാന്ന് പറഞ്ഞിരുന്നവനെയൊക്കെ ഒരു ഉത്തരവാദിത്വം എടുത്തു കൊണ്ടുപോയി ഇപ്പൊ അവന്മാരെ എവിടെയാണെന്ന് അറിയാൻ വയ്യാത്ത അവസ്ഥയാണ്. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. അതിനകത്ത് അന്ന് നിന്നവരെ പിടിച്ചോണ്ട് പോയി. അല്ലെങ്കിൽ ഇവന്മാരെയൊക്കെ കൂടെ ശാലം നക്കാപ്പിച്ച പൈസ കിട്ടും, വീട്ടിലെ ജോലിക്ക് പോകാതെ സാമ്പത്തികമൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിരുന്ന കുറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവരൊക്കെ ഇപ്പൊ അങ്ങ് മാറിയപ്പോൾ ഇതിനകത്ത് ബ്രെയിൻ വാഷിങ്ങിലൂടെ ഇനി ഇത് നിലനിന്ന് പോകണമെങ്കിൽ ഈ പറയുന്ന ടെററിസ്റ്റ് തീവ്ര നിലപാട്, അല്ലെങ്കിൽ ഇതേ രീതിയിൽ മരിക്കാൻ തയ്യാറായിരിക്കുന്നവർ, രക്തസാക്ഷികളാവാൻ തയ്യാറായിരിക്കുന്നവർ, നമ്മളെ മുസ്ലിങ്ങൾ എന്ന് പറയുന്നവർക്ക് ഇവിടെ നിലനിൽപ്പില്ല. അപ്പൊ അവരുടെ നിലനിൽപ്പിനും വേണ്ടി, അള്ളാഹുവിന്റെ നിലനിൽപ്പിനും വേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഇതൊരു താൽക്കാലിക സംവിധാനമാണ്. അപ്പൊ ഇതിനപ്പുറത്ത് സ്വർഗത്തിലേക്ക് പോകാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പ്രധാനം നടന്നു. അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ ദിവസം തൃത്താലയില് ഈ ഹമാസ് എന്ന് പറഞ്ഞൊരു വായി നോക്കി
അല്ലെങ്കിൽ വേറെ ചില ഹസിയ സിംഗർ, അവന് അവിടെ യുവമാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാന്യമായിട്ടുള്ള മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളെ വിറ്റ് തിന്നുന്ന പരിപാടിയാണ് ഹമാസിനുള്ളത്. ആ ഹമാസിന്റെ ഏജന്റുമാരിന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതലുണ്ട്. ഹമാസ് ഈ പറയുന്നത് പോലെ എണ്ണത്തിൽ കുറഞ്ഞ് മരിച്ച് ഇനിയും കൂടി വന്നാൽ ഒരു 10,000-20,000 വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ വേണമെങ്കിൽ പരിശോധിക്കുകയാണെങ്കിൽ 3 കോടി ജനത്തിനകത്ത് 1 കോടി ജനത്തിനോ 1.5 കോടി ജനകുമാര് കാണും, ഹമാസ് കാണും. അപ്പൊ ഹമാസിന്റെ നേതാവിന്റെ ഫോട്ടോ എടുത്ത് ആനപ്പുറത്ത് വെച്ച് അതിന്റെ പുറകിൽ നിന്ന് പോകുന്ന കേരളം, അല്ലെങ്കിൽ ഓട്ടോയുടെ പുറകിൽ നിങ്ങൾ കണ്ടിട്ടോ, നമ്മൾ ചർച്ച ചെയ്ത 1-2 ഞാൻ ഉൾപ്പെടെ ടോക്ക് എടുത്ത ഓട്ടോയുടെ പുറകിൽ ഹസിയ സിൻവറോ അവന്റെ പേരെന്തുവാ, അവന്റെ ഫോട്ടോ ഒട്ടിച്ച് യഹിയ സിൻവറിന്റെ പേരൊക്കെ ഓർത്തു വെക്കുന്ന നാണക്കേടാ. അപ്പൊ ഫോട്ടോ പറയല്ലേ ധീര രക്തസാക്ഷി. ഈ മുസ്ലിങ്ങൾ എന്ന് പറയുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഇവര് മനസ്സിലാക്കേണ്ട, ഇവർ ആവേശം കൊള്ളുക അല്ലെ TG പറയുന്ന പോലെ 4000 കിലോമീറ്റർ അപ്പുറത്ത് കിടക്കുന്ന പാലസ്തീനിലെ വിമോചനത്തിന് വേണ്ടി അവിടെ ഹമാസും അവിടെ ഇസ്രായേലിനെ പിടിച്ചേക്കാൻ വേണ്ടി ഇസ്രായേലും പിടിച്ചേക്കുമ്പോൾ ഇവന്മാരെ ഈ വടക്കോട്ട് പോയാൽ തങ്ങളും മുസ്ലിങ്ങളുടെ വീട്ടിനകത്ത് പോലും കയറ്റാത്ത മുസ്ലിങ്ങൾ അവിടെ ഹമാസിന്റെ സിന്താവാ വിളിക്കുന്നു. ഇവന്റെ വല്ലിച്ചന്റെ മോനോ അമ്മാവിന്റെ മോനോ വല്ലതാന്നോ? എന്നിട്ട് നെഞ്ചത്ത് കയറുന്ന ഇവിടുത്തെ ഹിന്ദുക്കളുടെ നെഞ്ചത്താ കയറുന്നത്. ഹമാസ് അവിടെ അടിമേടിക്കുന്നതിന് ഇവന്മാര് വേളം ഉണ്ടാക്കിയിട്ട് ഇവിടെ നെഞ്ചത്ത് കയറുന്ന ഹിന്ദുക്കളുടെ നെഞ്ചത്താ. മനസ്സിലാവുന്നുണ്ടോ? ഇതിനെല്ലാം സമാധാനം പറയേണ്ട ഇവിടെ പാവപിടിച്ച ഹിന്ദുക്കളും റോഡിൽ നടക്കുന്ന ഹിന്ദുക്കളോ? അപ്പൊ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ പറഞ്ഞതുപോലെ അതുപോലെ കഴിഞ്ഞ മാസം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹമാസിന്റെ ഒരു നേതാക്കന്മാരെ എല്ലാം കൂടെ വിളിച്ചിട്ട് കുതിരപ്പുറത്തും ആനപ്പുറത്തും ഒക്കെ കൊണ്ടുപോയി ഇതുപോലെ കേരളത്തിൽ കാണിച്ച പോലെ പാകിസ്ഥാനിൽ കാണിച്ചു. എന്നിട്ട് അവിടെ നിന്നിട്ട് കാശ്മീർ വിമോചനമാണ് നമ്മുടെ ലക്ഷ്യം. അതായത് പാലസ്തീൻ വിമോചനത്തിന്റെ കൂടെ ഇന്ത്യയിലെ കാശ്മീർ വിമോചനത്തിനും കൂടി ഹമാസിനെ ഉപയോഗിക്കാൻ പാകിസ്ഥാനിൽ സ്ഥലമൊരുക്കുമ്പോൾ അതേ ഹമാസിനെ ഒരുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ ഹമാസ് ആയിട്ട് തയ്യാറായി നിൽക്കുന്നവർ കേരളത്തിൽ ഒരുങ്ങിയിരിക്കുന്നു, ആനപ്പുറത്ത് കയറുന്നു. നമ്മൾ ഈ പറഞ്ഞില്ലേ പാർത്ത നേരത്തെ ഇവിടുന്ന് സിറിയയിൽ ചത്തു വീണവന്റെ ലിസ്റ്റ് നോക്കിയപ്പോൾ മലപ്പുറത്തു നിന്നും കോഴിക്കോട്ടു നിന്നും പോയവന്മാരുണ്ട്. യുവമാർ ഇവിടുന്ന് വണ്ടി കയറി ഇസ്രായേലിൽ പോകും പാകിസ്ഥാൻ വിമോചനത്തിന്. നാളെ കാലത്തെ നമ്മൾ ഈ പറയുന്നത് പോലെ പല രാജ്യങ്ങളും റഷ്യ IS കാരന് വേണ്ടി മുസ്ലിം രാജ്യങ്ങൾ അവിടെ ഇവിടെ ബോംബിടുന്നത് പോലെ, അമേരിക്ക ബോംബിടുന്നത് പോലെ ഇന്ത്യ മഹാരാജ്യത്ത് കേരളത്തിൽ വന്ന് ഇസ്രായേൽ സേന ഇറങ്ങേണ്ട അവസ്ഥയിലെ കാര്യങ്ങൾ പോകുമെന്ന് അറിയത്തില്ല. കാരണം ഹമാസിനെ ഒതുക്കാൻ പാലസ്തീൻ അല്ലെങ്കിൽ ആ പ്രദേശത്ത് മാത്രം പോരാ, ഇവിടുന്നും കയറി ചെല്ലാൻ താല്പര്യപ്പെട്ട് നിൽക്കുന്നവരുണ്ട് എന്ന് തോന്നുന്ന ഒരവസ്ഥ രഹസ്യാന്വേഷണ വിഭാഗത്തിനും മൊസാദിനും ഒക്കെ ചേർന്നാൽ അങ്ങനൊന്നും സംഭവിക്കത്തില്ല ഇന്ത്യ ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അതിനുള്ള കരുത്തുണ്ടെന്ന് അറിയാം. എന്നാലും ആശങ്കപ്പെടേണ്ട ഒരു രീതിയിലെ കാര്യങ്ങളുണ്ട്. കാരണം ഹമാസിനെ തിരക്കി അവിടം വിട്ടാൽ പിന്നെ കിട്ടുന്ന കേരളത്തിലാന്ന് വരും. കാരണം ഈ പറയുന്നത് പോലെ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സാർ അവിടെ ഒരു ചെറിയ കാര്യമുണ്ട്. സാർ പറഞ്ഞു നിർത്തിയിടത്ത് വെച്ച് പറയുകയാണെങ്കിൽ ഈ പാകിസ്ഥാനിൽ നടന്നിട്ടുള്ള സമ്മേളനം, പാകിസ്ഥാനിൽ ഒരു ഈ പറയുന്ന പോലെ കാശ്മീർ വിമോചന ഒരു സെമിനാറാണ് അവർ സംഘടിപ്പിച്ചത്. ആ ഒരു സംഘടിപ്പിച്ച സമയത്ത് അവർ പ്രത്യേകമായിട്ട് ഹമാസിനെ പങ്കെടുപ്പിച്ചു എന്ന് മാത്രമല്ല, അവിടെ നിരന്തരമായി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിക്കുകയും ഓരോ മുദ്രാവാക്യം വിളിക്കുമ്പോഴും ആർത്തട്ടസുകയും ചെയ്യുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. അപ്പോൾ ഈ അതേ ഹമാസ് പറയുന്നത് ഇന്ത്യയിലോട്ട് കൂടി പ്രവർത്തനം വ്യാപിപ്പിക്കണം, ഇന്ത്യയെ പിടിച്ചെടുക്കണം എന്ന് പറയുന്ന ഹമാസ് നേതാക്കന്മാരുടെ ഫോട്ടോ, യഹിയ സിൻവറിന്റെയും അതുപോലെ തന്നെ ഇസ്മയിൽ ഹനിയയുടെയും ഒക്കെ ഫോട്ടോ വെച്ചിട്ട് ഇവിടെ നിന്ന് അർമാദിക്കുന്ന ആളുകളുടെ ഉള്ളിൽ എത്രത്തോളം വിഷമുണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ഇങ്ങനെ പോവുകയാണെങ്കിൽ അധികം വൈകാതെ ഇവിടെ ഒരു വലിയ സാമുദായിക ധ്രുവീകരണം വരികയും ഒടുവിൽ വലിയ പ്രശ്നത്തിലേക്ക് പോവുകയും ചെയ്യുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും സംശയമുണ്ടോ? നമുക്ക് വളരെ കുറഞ്ഞ സമയം മാത്രമേ ഉള്ളൂ, ചുരുങ്ങിയ വാക്കുകളിൽ. ഒരു സംശയമില്ല, അതിനകത്ത് തർക്കമില്ലാത്ത കാര്യമല്ലേ. അതേ രീതിയിലെ കാര്യങ്ങൾ ഉരുത്തിരിഞ്ഞല്ലോ. ഇപ്പൊ നമ്മൾ ചെയ്യുന്ന ചില ടോക്കുകൾക്കകത്ത് നമ്മൾ പറയുന്ന ന്യായം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ദേശസ്നേഹികളായിട്ട് മുസ്ലിങ്ങളെ അല്ല പറയുന്നത്, മുസ്ലിങ്ങളെ നശിപ്പിക്കാൻ നിൽക്കുന്ന ഈ പറയുന്ന തീവ്ര ഗ്രൂപ്പുകളെ നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങളെ സൈഡ് ലൈൻ ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ നമ്മളുടെ ടോക്കുകളുടെ നമ്മളെ ഈ തീവ്രവാദി അല്ലെങ്കിൽ മതേതരവാദി അല്ലാതാക്കുകയും പറയുന്ന ഭീകരവാദി മതേതരവാദിയാവുകയൊക്കെ ചെയ്യുന്നു. വാർത്ത ഈ ഇസ്രായേലില് അല്ലെങ്കിൽ പലസ്തീൻ ഇസ്രായേൽ യുദ്ധം നടന്നപ്പം മുസ്ലിം രാജ്യങ്ങൾ 10-65 53 രാജ്യങ്ങളുണ്ട്. കൃത്യകണക്കിന് കൃത്യത്തിന് തെറ്റ് പറ്റിയെങ്കിൽ ക്ഷമിക്കുക. അത്രയും രാജ്യങ്ങൾ പ്രകടനം ഇസ്രായേലിനെതിരായിട്ട് പ്രകടനം നടന്ന ആകെ രാജ്യം പാകിസ്ഥാനേ ഉള്ളൂ. അപ്പൊ പാകിസ്ഥാനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ. ഏത് സമയം അറ്റാക്ക് ചെയ്യാൻ പാകിസ്ഥാന്റെ കയ്യിൽ അതിന് അവസരം കിട്ടിയ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യും.
അവിടെ വെച്ചിട്ടാണ് ഇവിടുത്തെ ഹമാസിനെ ഇന്ത്യക്കെതിരെ ഒരുക്കുന്നത്. അതായത് ഇസ്രയേലിനെ കാണുന്ന അതേ മാനദണ്ഡത്തിലാണ് ഇവിടുത്തെ ഹമാസിന് അനുകൂലമായിട്ട് നിൽക്കുന്ന ആൾക്കാർ നമ്മളെ കാണുന്നത്. യാതൊരു തർക്കവുമില്ല. ഈ പറയുന്ന കാര്യങ്ങൾ ഉരുത്തിരിയാൻ സാധ്യത ഇവിടെ ഉണ്ടാക്കി കൊടുത്താൽ അല്ലെങ്കിൽ 47-ൽ പിടിക്കുമെന്ന് പറയുന്ന PFI-കാരന്റെ ബാക്കിയും ഈ ഹമാസും ഒക്കെ ഉരുത്തിരിഞ്ഞ് നിൽക്കുകയാണ്. ബംഗ്ലാദേശിൽ നിങ്ങൾക്കറിയാവോ, അവിടെ ഭരണം പിടിച്ചപ്പോൾ ഇവിടെ നമ്മുടെ കണ്ണൂര് കോടിയേരി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ റോഡിൽ നിന്ന് ഡാൻസ് കളിച്ച ആൾക്കാരുണ്ട് ജമാഅത്ത് ഇസ്ലാമിക്ക് വേണ്ടി. അതാ കേരളം. അപ്പൊ കേരളത്തില് അതിവിദൂരമല്ലാതെ ഈ പറയുന്ന ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഒക്കെ രഹസ്യാന്വേഷണ വിഭാഗം വന്ന് ഇവിടുന്ന് ചില ആൾക്കാരെ പൊക്കിക്കൊണ്ടു പോയാലും, അല്ലെങ്കിൽ ഇവിടുത്തെ ഹമാസിന്റെ നേതാക്കന്മാരുടെ കൂടെ ഈ നേതാക്കന്മാരെ പൊക്കിക്കൊണ്ടു പോയാലും, നാളത്തെ സിറിയയിൽ പണ്ട് മരിച്ചത് വീണതുപോലെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇവിടെ ഹമാസിന് നേതൃത്വം കൊടുക്കുന്നവരും അവരുടെ സ്ലീപ്പർ സെല്ലുകളും അവർക്ക് വേണ്ട സഹായം കൊടുക്കുന്നവരും സാമ്പത്തിക സഹായം കൊടുക്കുന്നവരും ഉണ്ടെന്ന് പറഞ്ഞ് ഒരു റിപ്പോർട്ട് വന്നാൽ അതിശയപ്പെടാനില്ല. കാശ്മീർ വിഘടനവാദികളെ ഒതുക്കിയപ്പോൾ കേരളത്തിലെ മണ്ണ് ആ വിഘടനവാദികൾക്കും അല്ലെങ്കിൽ ടെററിസ്റ്റ് ഗ്രൂപ്പുകൾക്കും സാധ്യമാകുന്ന രീതിയിൽ കാലാകാലങ്ങളായിട്ട് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ ഉരുത്തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് BJP പോലും ഇടപെടുന്നില്ല എന്ന് പറയേണ്ടി വരും. സാറ് പറഞ്ഞ് നിർത്തിയെടുത്ത് തുടങ്ങുമ്പോൾ, അതായത് നമ്മുടെ കോടിയേരി ബാലകൃഷ്ണന്റെ മണ്ഡലത്തിൽ ഈ സുഡാപ്പികളെല്ലാം കൂടി ചേർന്ന് നൃത്തം ചെയ്തു ബംഗ്ലാദേശ് പിടിച്ചപ്പോൾ എന്ന് പറയുമ്പോൾ തന്നെ, നമ്മൾ ഈ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ചാനലിൽ ഇരുന്നു കൊണ്ട് അടുപ്പുകൂട്ടി ചർച്ച നടത്തി വിദ്വേഷം പരത്തുന്ന ആളുകൾ സുഖമായി ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് ഉള്ള സമയത്ത് പോലും നമ്മൾ ഇത്തരം കാര്യങ്ങളെ പറ്റി പറഞ്ഞ് അത്ഭുതപ്പെടാനില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. എന്തായാലും ഈ ചർച്ചയിൽ പങ്കെടുത്തതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.